വീട്ടിലേക്ക് പോണു. ആദ്യം തന്നെ ഒരാളോട് മാമ ടൂറ്റേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ മാമാടെ അടുക്ക് പോവാണ്. എന്തിനാ മാമാടെ അടുക്ക് പോകുന്നത് വെച്ചാൽ എൻ്റെ കസിൻ്റെ പ്യൂബർട്ടി സെറമണിയാണ്. അപ്പം അതിന് പോവാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനൊന്നുമില്ല, ഞാൻ മമ്മാടെ അവിടെയാണ്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ അമ്മച്ചും മന്നുത്താത്തൊക്കെ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ എത്തലും മഴ പെയ്യലുമായിരുന്നു. അപ്പോൾ പന്തലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മമ്മാടെ അവിടെ ആയിരുന്നു. അവിടുത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ബാൽക്കണീൻ്റെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ മേക്കപ്പൊക്കെ ചെയ്തു. ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഞാൻ പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഷർട്ട് ഉണ്ടല്ലോ, അത് പുതിയതാണ്. ഞാൻ ആദ്യമായിട്ട് ഇടാണ്. വേണമെങ്കിൽ ഈ പരിപാടിക്കായിട്ട് എടുത്തതാണെന്നും പറയാം. ഫ്രണ്ട് ഭാഗം പെട്ടെന്ന് കാണുമ്പോൾ തല തിരിച്ചിട്ടാന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, അത് വെറൈറ്റിയാണ് ഗൈസ്. റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിൻ്റെ മുമ്പിൽ ക്യാമറൻ്റെ മുമ്പിൽ കുറച്ച് നേരം നിൽക്കാണ്ട് പോണത് ശരിയല്ലല്ലോ. ഞാൻ ഈ പ്രാവശ്യം ഒരുങ്ങിയപ്പോൾ നല്ല രസമുള്ള പോലെയൊക്കെ തോന്നി. 2 pretties in 1 frame. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ക്യാമറൻ്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മതിയാവണോളും ഇരിക്കും. അങ്ങനെ പിന്നെ ഉമ്മച്ചി വന്നതാണ് ഞങ്ങൾ പുതിയണ്ണ് ഗൈസ്. പുതിയണ്ണല്ല ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കസീന്. ഇവളെ പ്യൂബർട്ടി സെറമണിയാണെന്ന്. ഇവളെ ഞങ്ങൾ വിളിക്കൽ ലച്ചുമാണ്, പിന്നെ ലച്ചു എന്ന് പറയാം. അപ്പോൾ അവർക്ക് പോയ വടത്തന്നെ ചായ കടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കുറച്ച് സ്വർണ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഒരു വളയുണ്ട്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇങ്ങനെ കാണിച്ചാൽ രസം ഉണ്ടാവില്ല, വേണമെങ്കിൽ ഇങ്ങനെ കണ്ടോ. മാഷാ അല്ലാഹ്, ഒരു മാല ഉണ്ട്, വളമുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ വക ഇതാണ് കേട്ടോ, കമ്മല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻ്റ് ആക്കിക്കോ. അങ്ങനെ പിന്നെ നമ്മൾ പുതിയ ലച്ചിതോടെ ചായ കുടിക്കുകയാണ് ഗൈസ്. അപ്പോഴും ഞങ്ങൾ വന്നിട്ടില്ല. പരിപാടി കഴിഞ്ഞാലും ഞങ്ങൾ എത്തില്ല എന്ന് തോന്നുന്നു. പരിപാടി കഴിയണ മുമ്പ് ഒന്നും എത്താണ്ടിരിക്കില്ല അല്ലേ. അപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരത് അവിടെ ചായ കുടിച്ച് മഴയൊക്കെ കണ്ട് ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മൾ ബിരിയാണി കുട്ടൻ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോകുന്നോറും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരും നമ്മളെ കുടുംബക്കാരെന്നെ. അങ്ങനെ പറഞ്ഞ് ഞങ്ങളിത് അവിടെ എത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉമ്മച്ചിനെ കണ്ടുപാടെ തന്നെ പിന്നെന്താ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കും. ഞാൻ ആ കവർ, എൻ്റെ കയ്യിലുള്ള കവർ കൊണ്ടുവയ്ക്കാൻ പോയത്. എൻ്റെ ഡ്രസ്സും സാധനങ്ങളാണത്. ഈ അടുത്തടുത്തുള്ള 3 വീടും ഞങ്ങൾ മാമന്മാരുടെ വീടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കും. ഞങ്ങളിപ്പോൾ വന്നത് വേറെ മാമാടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഉമ്മക്ക് എത്ര ആങ്ങളമാരാണ്. എൻ്റെ ഉമ്മക്ക് 4 ആങ്ങളമാരാണുള്ളത്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ള എൻ്റെ ഉമ്മയുടെ 3ാമത്തെ ആങ്ങളുടെ മോളെ പരിപാടിക്കാണ് വന്നുള്ളത്. ഞാനവിടെ പോയ പാടത്തിന് എന്നെ വിളിച്ചിരുന്നിട്ട് ഉമ്മച്ചടുത്ത് വന്നിട്ട് പറയും മറ്റേ എന്നെ ദീദി എന്നാണ് വിളിക്കുക. അവളെ ഭാഷയിൽ എന്നെ ടേ എന്നാണ് വിളിക്കുക. എന്നെ കണ്ടത് പിന്നെ അവൾ മാറിയിട്ടേ ഇല്ല എൻ്റെ മേളിൽ നിന്ന്. അവൾക്ക് പേടിയാണ് ഞാൻ ഇനി പോവോ എന്നുള്ളത്. ഞാൻ പോവില്ല, ഇനി ഞങ്ങൾ വെളിയംകൊടുക്ക് പോവും എല്ലാവരും മീൻസ് ഞാനും ഉമ്മച്ചും മോനും മോളാണ്. അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. സത്യം പറയാലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ കുറേ കാലമായി കല്യാണ ബിരിയാണി കഴിച്ചിട്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് വേണമെന്നുണ്ട്, കാരണം ഇത് കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ മാമിയുടെ അടുത്തൊരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമിയുടെ അടുത്തൊരു ഡ്രസ്സാണിത്. അപ്പോൾ സ്വർണ്ണം കെട്ടാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മാമിയുടെ ഉമ്മയുടെ വക പാദസരമാണ്. അങ്ങനെ പാദസര കെട്ടിയിട്ട് ഇതാ ബ്രേസ്ലെറ്റ് കെട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ 3ാമത്തെ മാമ, അതായത് എൻ്റെ ഉമ്മയുടെ 3ാമത്തെ ആങ്ങള. അപ്പോൾ ലച്ചൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ വക മാലാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞോൾ താത്തയുടെ വക വളാണുള്ളത്. ഷെബിൻ താത്തയുടെ വക ഒരു ബ്രേസ്ലെറ്റുമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാതും ഒരു കൈമോ മാത്രം ഇട്ടെടുക്കുന്നത് വെച്ചാൽ മറ്റേ കയ്യിൽ വലിയൊരു വള ഉണ്ട്, ഫാൻസി വള. അപ്പോൾ അതുകൊണ്ട് മറ്റേ കയ്യിൽ ഇട്ടെടുക്കാൻ പറ്റില്ല. എൻ്റെ 2ാമത്തെ മാമിയുടെ വക ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ആരോ ഒരു വക മോതിരം. ഞാനും മുഖം കണ്ടില്ല ആരാണ്, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെ വക ഒരു കമ്മല. അത് മോളും മോനും ഓരോന്നായിട്ടാണ് കൊടുക്കണം, 2 ആൾക്ക് കൊടുക്കണം. അപ്പം ഉമ്മച്ചി പറഞ്ഞു ഓരോന്നായിട്ട് കൊടുത്തോ 2 ആളും എന്ന് പറഞ്ഞ്. അതിന് അല്ലൊന്ന് കൊടുത്തു, മോളും കൊടുക്കണം. മോള് കൊടുക്കണില്ല, കാരണം അവൾ പറയണം അവൾതാണെന്ന് പറഞ്ഞിട്ട് അവൾ കൊടുക്കണേ ഇല്ല. അങ്ങനെ പിന്നെ ഉമ്മച്ചി പിടിച്ച് വലിച്ചിട്ട് കൊടുത്തു. പിന്നെ അപ്പോൾ ഉമ്മച്ചി വീഡിയോക്ക് വേണ്ടി വെച്ച് കാണിച്ചു തരാണ്. അങ്ങനെ പിന്നെ മമ്മയുടെ വക ഒരു വള,
അങ്ങനെ എല്ലാവരും കൊടുത്തതിന് എല്ലാതും കിട്ടുകയും ഞങ്ങൾ കമ്മലെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇട്ടിട്ട്. അങ്ങനെ പിന്നെ ലച്ചുവിന് പോകാനുള്ള സമയമായിട്ടുണ്ട്, മാമിയുടെ അടുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാണ് പോവാന്നൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ എല്ലാവരും ഇത് പുറത്തൊക്കെ ഇറങ്ങിക്കണം, ഞങ്ങളിത് അവിടെ നിൽക്കുകയാണ്. ഞാൻ ആശാത്താടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുക. അപ്പോൾ ലച്ച് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിന് പിന്നെ താറ്റൊക്കെ പറഞ്ഞത് അവൾ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സിപ്പപ്പ് വാങ്ങിച്ചു തന്നു. വാനിലയായിരുന്നു ഫ്ലേവർ, കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമ പോയിട്ട് ഞങ്ങൾക്ക് കടിയൊക്കെ വാങ്ങിച്ചു തന്നു. സമൂസ ഉണ്ടായിരുന്നു, പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു, ഹോർലിക്സ് ചായ ഉണ്ടായിരുന്നു, സാദാ പാൽച്ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മാമിമാരൊക്കെ ഇതാ അവിടെ ചായയൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുകയാണ്. ഇപ്പോൾ വെറുതെ പുറത്തിറങ്ങി നടക്കലായിരുന്നു എല്ലാവരും. ഇപ്പോൾ ഇതാ ചായ ഇട്ടൊക്കെ നടക്കുകയാണ്. അതിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം ഫാമിലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബേബി ഡോൾ ഉണ്ടല്ലോ, ആ ഡാൻസ് പഠിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കും, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾ ആ വണ്ടിയൊക്കെ വന്ന് ഞങ്ങളങ്ങനെ വെളിയംകോടുക്ക് പോവാണ്. ചെറിയൊരു വിഷമമുണ്ട്, മുഹറത്തിൻ്റെ 3 ലീവിന് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ നാളെ സ്കൂൾ തുറക്കുകയാണ്, അപ്പോൾ എന്തായാലും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ലേസൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. സോ ദാറ്റ് ഇസ് ഫോർ ടുഡേ. അപ്പം അത്രേ ഉള്ളൂ.